ഒരു ചെറുപ്പക്കാരൻ ആൾക്ക് സത്യം അറിയണം, സത്യം കണ്ടുപിടിക്കണം, സത്യത്തിൻ്റെ പിന്നാലെ യാത്രയാണ്. അതിനുവേണ്ടി മനുഷ്യൻ അയാളുടെ വീടും വീട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് വലിയൊരു യാത്രക്ക് പോവാണ്. കടലുകൾ കടന്ന് നടന്നു, രാജ്യങ്ങൾ കടന്ന് നടന്നു, മഞ്ഞും മഴയൊക്കെ കൊണ്ടു, ഇങ്ങനെ സത്യം തേടിയുള്ള യാത്രയാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഈ മനുഷ്യൻ തിരിച്ചറിയുന്ന ഇയാൾക്ക് 75 വയസ്സായി. പക്ഷെ ഇപ്പോഴും സത്യം കണ്ടുപിടിച്ചിട്ടില്ല. ഇയാൾ യാത്ര നിർത്തുന്നു. സങ്കടപ്പെട്ട് ഈ മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാണ്. പിന്നെയും ദിവസങ്ങളെടുത്ത് ഈ മനുഷ്യൻ വീട്ടിലെത്തി വാതിൽ തുറന്ന് നോക്കുമ്പോൾ സത്യം മുന്നിൽ നിൽക്കുന്നു. ഇയാളുടെ യാത്രകൾ ഇയാളെ സത്യം കണ്ടുപിടിക്കാൻ സഹായിച്ചോ? ഇല്ല. സത്യം തിരിച്ചറിയാൻ യാത്രകൾ ഇയാളെ ഒരുക്കിയെന്നുള്ളൂ. സത്യം തിരിച്ചറിയാൻ യാത്രകൾ ഇയാളെ ഒരുക്കി. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. ഈശോ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ നമുക്കതിനുള്ള കഴിവില്ലെന്നുള്ള. അപ്പോൾ ആ കഴിവ് നമുക്ക് ഇനി കിട്ടും, വരും. അതിനെ ഈശോ ഒരു പ്രോമിസ് തരുന്ന സത്യാത്മാവ് വരും, നിങ്ങളെ സത്യം പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ അത് പൂർണ്ണമല്ല, അത് പൂർണ്ണമായ സത്യമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിക്കരുത്. കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഒരു ചോദ്യത്തിന് ഒരു ശരി ഉത്തരം മാത്രമേ ഉള്ളൂ എന്ന് കരുതരുത്. ഒരു ചോദ്യത്തിന് ഒരുപാട് ശരി ഉത്തരങ്ങളുണ്ട്.